നമ്മൾ അതിഥി വിശേഷത്തിലേക്ക് പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ അതിഥി ഗായികയായ ശ്രീമതി ദേവി ഗോദവർമ്മയാണ്. നാളെ വുമൻസ് ഡേയിൽ സംഗീത പൂർണിമ എന്ന സംഗീത പരിപാടിക്കായി തയ്യാറെടുക്കുന്നതിനിടെയാണ് നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം, ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ന്യൂസ് 3യിലേക്ക്. താങ്ക് യു അശ്വതി, താങ്ക് യു സോ മച്ച്. അതെ, അപ്പോൾ നമ്മൾ പാട്ട് ഒരുപാട് പാടിക്കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്നൊരു പാട്ടിന്റെ ഒരു നല്ല ദിവസമാകട്ടെ എന്ന് കരുതുന്നു. അതിലേക്ക് വരുന്നതിന് മുമ്പ് നാളത്തെ പരിപാടിയെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാം. സംഗീത പൂർണിമ, അതിനെക്കുറിച്ച് പറയും. തീർച്ചയായിട്ടും. നാളെ അശ്വതി പറഞ്ഞ പോലെ വിമൻസ് ഡേ ആണ്. നമുക്ക് നമ്മളെ പോലുള്ള സ്ത്രീകൾക്ക് എത്രയും പ്രത്യേകതയുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഡേ ആണ്. ഒരു പക്ഷേ അതിനൊരു പ്രത്യേകിച്ച് ദിവസമൊന്നും വേണ്ടെങ്കിൽ പോലും നമ്മൾ അത് ആഘോഷിച്ചു പോരുകയാണ്. അപ്പോൾ അതുമായിട്ടനുബന്ധിച്ച് നാളെ തിരുവനന്തപുരത്ത് ഞാനൊരു മ്യൂസിക് പ്രോഗ്രാം പെർഫോം ചെയ്യുന്നുണ്ട്. സംഗീത പൂർണിമ എന്നാണ് എൻ്റെ പേര്. അത് നാളെ ട്രിവാൻഡ്രത്ത് കുന്നുകുഴി എന്ന സ്ഥലത്ത് വൈകുന്നേരം 6 മണിക്ക് ആണ് പ്രോഗ്രാം. അതിൻ്റെ ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് മൈ ഷോ ആപ്പിലുണ്ട്. കൂടുതലും പഴയ സിനിമ പാട്ടുകളും ഗസൽ ടൈപ്പ് സോങ്സുമാണ് എടുത്തിരിക്കുന്നത്. ഹിന്ദി പിന്നെ മലയാളം. കാരണം ആൾക്കാരിപ്പോൾ അത് കുറവാണ് അങ്ങനത്തെ പാട്ടുകൾ കേൾക്കുന്നതും. കൂടുതൽ ആൾക്കാർക്ക് അത് ലൈവായിട്ട് കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടാതെ എനിക്ക് ഇതിന് സപ്പോർട്ടായിട്ട് ഒരു വിവ എന്ന് പറഞ്ഞൊരു സോഷ്യൽ ഓർഗനൈസേഷൻ, അപ്പം ആ ഓർഗനൈസേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് നാളെ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും തിരുവനന്തപുരത്തുകാർ ആ പരിപാടി ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് ഞാനൊരു തിരുവനന്തപുരംകാരി ആയതുകൊണ്ട്. അപ്പൊ എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ അറിയിക്കുകയാണ്. നമ്മൾ വിമൻസ് ഡേ കുറിച്ച് പറയുമ്പോൾ ആക്സിലറേറ്റ് എന്നുള്ളതാണ് ഇത്തവണത്തെ നമ്മുടെ മോട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ആക്സിലറേഷന് വേണ്ടിയിട്ട് നമുക്കൊരു പാട്ട് പാടിയ ശേഷം ഈ പാട്ടിലേക്ക് വന്ന വഴിയും ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ഓക്കെ, ഇന്നിപ്പോ ബാബുക്കയുടെ ഒരു പാട്ട് ആയിട്ട് തന്നെ തുടങ്ങാം. പഴയ പാട്ടാണ്. ശരി. ഭാവനയമുനതൻ തീരത്തു നീ തീർത്ത കോവിലിൻ നട തുറന്നതാർക്കു വേണ്ടി സങ്കൽപ്പ മണി വീണ സംഗീതം നീ സാധകം ചെയ്തിടുന്നതാർക്കു വേണ്ടി തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. അടിപൊളി, നല്ല തുടക്കം. അപ്പം ദേവി ഗോദവർമ്മ എന്ന പാട്ടുകാരിയെ ഞങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. അപ്പോൾ എങ്ങനെയാണ് ഈ പാട്ടിലേക്ക് വന്നത്? ഒപ്പം കരിയർ വൈസ് ബാങ്കിങ് മേഖലയിലാണുള്ളത്. അപ്പം പറയൂ, പാട്ടും ബാങ്കിങ്ങും എല്ലാം കൂടി എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? താങ്കളെ കുറിച്ച് പറയൂ. പാട്ടിലോട്ട് വന്നത് എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷം മുമ്പേ റിയാലിറ്റി ഷോ. ആസ് യൂഷ്വൽ ഇപ്പോഴത്തെ എല്ലാ യങ് സിംഗേഴ്സും റിയാലിറ്റി ഷോ വഴിയായിരിക്കും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ 2 റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 3rd പ്രൈസും സെമി ഫൈനൽസും ഒക്കെ വരാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അങ്ങനെ അപ്പോഴാണ് മനസ്സിലായത് ഓക്കെ പാടും എന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് കുറച്ച് പാട്ടും പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് നടന്നിരുന്നു. പിന്നെ ബാങ്കിൽ ജോലിയായി. അങ്ങനെ ഇപ്പോൾ ഒരു 11th ഇയർ ആണ് ഇപ്പോൾ ബാങ്കിൽ കയറിയിട്ട്. ഇപ്പോൾ വീണ്ടും തിരിച്ച് സംഗീതം എൻ്റെ കൂടെ കൊണ്ടുപോകാന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. അതിന് പലരും സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നാളത്തെ പ്രോഗ്രാം. ഈ ബാങ്ക് ജോലി ഭയങ്കര സ്ട്രെസ്ഫുൾ ആണെന്ന് ബാങ്കിലുള്ള ആളുകളൊക്കെ പറയുന്നത് കേൾക്കാം. ഭയങ്കര സ്ട്രെസ്ഫുൾ ആണെന്ന്. അപ്പൊ ആ സ്ട്രെസ്സിനൊരു റിലീഫായിട്ട് സംഗീതം മാറുന്നുണ്ടോ? അതെ, അത് ഉണ്ട്. സ്ട്രെസ്ഫുൾ ആണ്. പിന്നെ നമ്മൾ ഓരോന്നിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് പോലെ ഇരിക്കും. സ്ട്രെസ് ഉണ്ട് അതൊരു ഭാഗത്ത്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഇതുപോലത്തെയൊക്കെ നമ്മൾ ഇപ്പം എന്തെങ്കിലുമായിട്ട് എൻഗേജ്ഡ് ആയി ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസമാണ് നമ്മുടെ ലൈഫിൽ തന്നെ. അതൊരു നല്ല ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കും എന്നാണ് എൻ്റെ അനുഭവത്തിൽ. നാടെവിടെയാണ്?
നാട് ബേസിക്കലി മാവേലിക്കരയാണ്. എൻ്റെ അമ്മ മാവേലിക്കര, അച്ഛൻ ഹരിപ്പാട്. പക്ഷെ ജനിച്ചു വളർന്നതൊക്കെ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഓക്കെ. അപ്പം ഈ പാട്ടിന്റെ വഴി തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു? ആരാണ് അച്ഛനും അമ്മയും? സാധാരണ നമ്മൾ ഈ അച്ഛനും അമ്മയ്ക്കും ഉള്ള ഏറ്റവും വലിയ ടാസ്ക് ആണല്ലോ കുഞ്ഞിന് എന്താണ് ഉള്ളത്, എക്സ്ട്രാ കരിക്കുലർ എന്താണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അത് എപ്പോഴാണ് കണ്ടെത്തിയത്? എപ്പോ പഠിച്ചു തുടങ്ങി ശാസ്ത്രീയം? തുടങ്ങിയത് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് തന്നെ ഉള്ളൂ. പാട്ട് പാടുന്ന വലിയ സ്വന്തമായിട്ട് വലിയ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കോളേജിന്റെ സമയത്താണ് ഇങ്ങനെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുകയും പിന്നീട് ഏത് കോളേജിലായിരുന്നു പഠിച്ചത്? ഞാൻ ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടത്ത് മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. ബിടെക് ആയിരുന്നു. അതിനുശേഷം പിന്നെ പാട്ട് കർണാട്ടിക് ശ്രീ NP രാമസ്വാമി സാർ കൊച്ചിയിലുള്ള അദ്ദേഹത്തിന്റെ കീഴിൽ കുറച്ച് നാള് അഭ്യസിക്കുകയുണ്ടായി. പിന്നെ ഉസ്താദ് ഫയസ് ഖാൻ അദ്ദേഹത്തിന്റെ കീഴിൽ ഹിന്ദുസ്ഥാനിയും പഠിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കൊച്ചിയിലായിരുന്നു. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇഷ്ടം പാടാൻ ഏത് ടൈപ്പ് പാട്ടാണ്? ഇപ്പോൾ വളരെ സ്ലോ ആയിട്ടുള്ള പാട്ടാണോ അല്ലെങ്കിൽ ഫാസ്റ്റ് നമ്പേഴ്സ് പാടാറുണ്ട്? ഒരുപാട് വേദികൾ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഇഷ്ടം എന്താണ്? പേഴ്സണൽ ഇഷ്ടം എന്താണ്? പേഴ്സണൽ ഇഷ്ടം എപ്പോഴും മെലഡി തന്നെയാണ്. എന്റെ ശബ്ദത്തിന് ചേരുന്നതും എനിക്ക് തോന്നുന്നു. അല്ല, വേഴ്സറ്റാലിറ്റി വേണം, ഇല്ലാന്നല്ല. പക്ഷേ കൂടുതലും നമുക്ക് പേഴ്സണലി ഇൻട്രസ്റ്റ് ഉള്ള പാട്ടുകൾ പാടുമ്പോൾ കൂടുതൽ ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പം കൂടുതലും പാട്ട് മെലഡി പാടാൻ തന്നെയാണ് ഇഷ്ടം. പഴയ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പൊ ഒരു പാട്ടുകൂടെ പാടിയല്ലോ. ഓ ആയിക്കോട്ടെ. ഒരു ലതാജിയുടെ ഒരു ഹിന്ദി പാട്ടാവാം. ദിൽ ഹൂ കരേ ഘബരാए घन धम धम करे गर जाए एक बूंद कभी पानी की मोरे अखियों से बरसाए दिल हूँ करे സിനിമയിലും പാടി അല്ലെ? അതിനെ കുറിച്ചൊന്ന് പറയാമോ? സിനിമയില് ഒരു ദേശവിശേഷം എന്ന ഒരു സിനിമയില് ജയറാമേട്ടനുമൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണ്. അതിൽ ഉണ്ണി നമ്പ്യാർ എന്ന ഉണ്ണിയേട്ടന്റെ മ്യൂസിക്കിലാണ് ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ആണ്. അന്ന് ഞാൻ ചോദിക്കുന്ന എല്ലാവർക്കും ഈ റിയാലിറ്റി ഷോ എന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് നേരത്തെ പറഞ്ഞ വേഴ്സറ്റൈൽ ആയിരിക്കണം അല്ലെ? വേഴ്സറ്റാലിറ്റി എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകമായിരുന്നല്ലോ. അതുവരെ നമ്മൾ കണ്ടിരിക്കുന്ന സിംഗേഴ്സ് ഒക്കെ വളരെ അച്ചടക്കത്തോടെ വേദിയിൽ നിന്ന് പാടിക്കൊണ്ടിരുന്നെങ്കിൽ ഈ റിയാലിറ്റി ഷോ വന്നപ്പോൾ അവിടെ ഗ്രൂമേഴ്സ് ഉണ്ടായി. അങ്ങനെ പോരാ, എല്ലാ തരത്തിലും പാടണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് എത്രത്തോളം സഹായിച്ചു? ഈ റിയാലിറ്റി ഷോ മുന്നോട്ടുള്ള പോക്കിനെ എത്രത്തോളം സഹായിച്ചു? അത് തീർച്ചയായിട്ടും സഹായിക്കുക തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, നമ്മൾ തന്നെ ഒരു ഓഡിയൻസിന്റെ ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ആ സിംഗറിന്ന് ഫുൾ എല്ലാ തരത്തിലുള്ള പാട്ടുകൾ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. മാത്രമല്ല, ആ ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണം, നല്ല ആറ്റിറ്റ്യൂഡോടുകൂടി പാടണം എന്ന് തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് എന്തുകൊണ്ടും റിയാലിറ്റി ഷോ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഒരു ബേസിക് നേച്ചർ എനിക്ക് തോന്നുന്നു ദേവിയുടെ ഒരു വളരെ പതിഞ്ഞ ഒരു നേച്ചർ ആണെന്ന് തോന്നുന്നു സംസാരിക്കും അല്ലേ? അത് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കുറച്ച് മാറി വരാൻ കുറച്ച് പാട് കേട്ടിരുന്നോ? കുറച്ച് ബുദ്ധിമുട്ടാണ്. ഗുമ്മുള്ള പാട്ട് പാടും അല്ലെങ്കിൽ ഡാൻസ് ചെയ്ത് പാടണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട്, ബേസിക് നേച്ചറിൽ നിന്ന് മാറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും പ്രൊഫഷണൽ ആവുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് നമ്മൾ വരുത്തേണ്ടി വരുമല്ലോ. അങ്ങനെ വരുത്തുന്നേ ഉള്ളൂ. വേദികൾ എവിടെയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? അതിലിപ്പോ കർണാട്ടിക് മ്യൂസിക് ആണോ വേദികളിൽ പാടുക? മീൻസ് അങ്ങനെ കച്ചേരി വൈസ് എങ്ങനെ ചെയ്യാറ്? കച്ചേരി വൈസ് അല്ല, കൂടുതലും ഫിൽമി സോങ്സ് തന്നെയാണ് പാടിയിട്ടുള്ളത്. ഇപ്പൊ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണെങ്കിലും പിന്നെ പല കോളേജുകളിലാണെങ്കിലും ഒക്കെ പാടിയിട്ടുണ്ട്. കാർത്തിക് എന്ന് പറഞ്ഞ സിംഗറിന്റെ കൂടെ ഒക്കെ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സ്റ്റേജസ് ഒക്കെ പാടിയിട്ടുണ്ട്. അങ്ങനെ വേദിയിൽ പാടുമ്പോൾ നമുക്ക് അന്നേരം തന്നെ അവരുടെ റെസ്പോൺസ് കിട്ടുകയാണല്ലോ. നമ്മളൊരു റെക്കോർഡ് ചെയ്ത് അത് അവിടെ പോയി പിന്നെ പ്രേക്ഷകരെ ഏറ്റെടുത്ത് അത് അറിയണ്ട, നേരിട്ട് നമുക്ക് കിട്ടും. എന്താണ് അല്ലെ? അതിപ്പോ കയ്യടി ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അന്നേരം തന്നെ കിട്ടും. അതെ. അപ്പൊ വേദി ഓർക്കുന്നത് ഏറ്റവും സന്തോഷം തോന്നി അല്ലെങ്കിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വേദി എവിടെയായിരുന്നു ദേവിയുടെ? എനിക്ക് തീർച്ചയായിട്ടും അതെ, ഈ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തില് ട്രിവാൻഡ്രത്ത് പാടുമ്പോൾ ഒന്നാമത് ഞാൻ പഠിച്ചു വളർന്ന സ്ഥലം, കൂടാതെ ഇത്രയും ഓഡിയൻസിനെ ഒരുമിച്ച് കാണുന്നതും ആദ്യമായിട്ടായിരുന്നു അന്ന്. അപ്പോൾ ആ സമയത്ത് അത് വലിയൊരു അന്ന്
കജ്രാ മൊഹബത്ത് വാല അങ്ങനെ എന്തോ അടിപൊളി പാട്ടായിരുന്നു. അതെ 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 സ്പീഡുള്ള പാട്ട് തന്നെയായിരുന്നു. സ്പീഡ് പാട്ടായിരുന്നു പാടിയത്. അപ്പൊ നമുക്കിനി ഒരു സ്പീഡ് പാട്ട് പാടാൻ പറ്റുമോ? സ്പീഡ് പാട്ട് മെലഡി പാടുന്നില്ല. ഇഷ്ടമായതുകൊണ്ടല്ലേ അതെ, അതെ, ഞാൻ അതെ. അതാണ് സെലക്ട് അതെ, ചെയ്യുന്നത്. അതെ, അതെ. എന്നാലും നമുക്ക് പാടാം. അടുത്തൊരു പാട്ട് നോക്കാം. സ്പീഡല്ല. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ജാനകി അമ്മ പാടിയൊരു പാട്ടാണ്. കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പീലി നീത്തി വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി. കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പീലി നീത്തി വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി. സ്വർണ്ണത്തേരേറി ഞാൻ തങ്കത്തിങ്കൾ പോലെ ദൂരെ ആകാശം നക്ഷത്രപ്പൂക്കൾ തൻ തേരോട്ടം. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി നീളെ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. കവർ സോങ്സും ഡിവോഷണൽ സോങ്സും ഒക്കെ നമ്മൾ ഈ ഡിവോഷണൽ സോങ്സ് ഒരു കാലത്ത് നമ്മളെയൊക്കെ കുറേ നൊസ്റ്റാൾജിയയിലൊക്കെ കൊണ്ടുപോയിട്ടുന്ന പാട്ടുകളുണ്ട്. അപ്പോൾ ഡിവോഷണൽ സോങ്സ് പാടുമ്പോൾ നമുക്ക് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? എത്രത്തോളം പാട്ടുകൾ പാടാൻ കഴിഞ്ഞിട്ടുണ്ട്? ഒപ്പം ഈ സംഗീത സംവിധായകരെ കുറിച്ച് കൂടി. ഡിവോഷണൽ സോങ്സ് ഇതായിട്ട് റെക്കോർഡിങ്സിൽ ഇഷ്ടംപോലെ ഡിവോഷണൽ സോങ്സ് പാടിയിട്ടുണ്ട്. പിന്നെ എപ്പോഴായാലും നമുക്ക് പഴയ ഗുരുവായൂരപ്പൻ്റെ ഇപ്പം ജയചന്ദ്രൻ സാറ് പാടിയതാണെങ്കിലും ദാസേട്ടൻ പാടി ആണെങ്കിൽ ഒരു നേരമെങ്കിലും ഒക്കെ ആ ടൈപ്പ് സോങ്സ് ആണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ അതുപോലത്തെ ഉള്ളത് യൂട്യൂബിൽ പാടിയിടുമ്പം ഭയങ്കര റെസ്പോൺസ് ആണ്. ആൾക്കാർക്ക് അതുപോലത്തെ പാട്ടുകളാണ് ഇനിയും വേണ്ടത്. നമ്മൾ വിചാരിക്കും ആൾക്കാർ മാറിയിട്ടുണ്ട്, അവർക്ക് ട്രെൻഡ് മാറി, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. ഞാൻ ദേവിയോട് ചോദിക്കാൻ വരായിരുന്നു, അതായത് നമ്മളൊക്കെ ഈ ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആളുകളാണ്. അതായത് ഈ റിയാലിറ്റി ഷോ തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ഈ ട്രെൻഡിലേക്കൊക്കെ വരുന്നതിന് ആ സമയം വന്നതേ ഉള്ളായിരുന്നു, അല്ലെങ്കിൽ വരുന്നതേ ഉള്ളായിരുന്നു. ഇന്റർനെറ്റിന്റെ ഉപയോഗം അല്ലെങ്കിൽ ഈ നമ്മുടെ കവർ സോങ്ങിന്റെ സ്വന്തമായിട്ട് മറ്റേ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പേജ് ഉണ്ടാക്കി നമ്മൾ തന്നെ പാടിയിടുന്നു, അതിനുള്ള അഭിപ്രായങ്ങൾ ഇടുന്നു, അതിനുള്ള അവസരങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഉള്ള ഏറ്റവും ന്യൂ ജനറേഷൻ എന്ന് നമ്മൾ പറയുന്ന കുട്ടികൾക്ക് അതിന്റെ വലിയ അവസരമുണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ് ദേവി ഉണ്ടായിരുന്നിട്ടുള്ളത്. അപ്പൊ അതിനെങ്ങനെയാ കാണുന്നത്? ഇപ്പൊ ഈ കവർ സോങ്സ് പാടിയിടുമ്പോൾ കിട്ടുന്ന ആ റെസ്പോൺസ്, ഒപ്പം നമുക്ക് അതിനുള്ളൊരു സ്പേസ് അത് നേരത്തെ ഇല്ലായിരുന്നല്ലോ, അല്ലെ? ഒരു വേദി തന്നെ വേണമായിരുന്നല്ലോ. ഇതിപ്പോ കവർ സോങ് ചെയ്യാൻ നമുക്കൊരു വേദി, നമുക്കൊരു സ്ഥലമുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതെ, തീർച്ചയായിട്ടും. യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ചാൻസുകൾ തരുന്നുണ്ട്. അത് അതിനനുസരിച്ച് ആൾക്കാരുടെ റെസ്പോൺസും നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇപ്പം പുതിയത്തെ തലമുറയിലത്തെ കുട്ടികൾ ഇതിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആയേ തീരുള്ളൂ. നമുക്ക് വേണമെന്നാണെങ്കിൽ അതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആവുക, അല്ലെങ്കിൽ അവരുടെ ഹെൽപ്പ് സീക്ക് ചെയ്യുക, അത് തന്നെ ചെയ്യാനുള്ളൂ. ചെയ്യാറുണ്ടോ അങ്ങനെ? സോഷ്യൽ മീഡിയയിൽ ഗംഭീരമായിട്ട് നിൽക്കുന്നുണ്ടോ? ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ആക്റ്റീവാണ് ഈയിടെ ആയിട്ട്. എന്തായാലും അതുപോലത്തെ ചെയ്യുമ്പോൾ നമുക്കും ഒരു തൃപ്തി കിട്ടുന്നുണ്ട്. ആ രസമുണ്ട് ഇപ്പോഴത്തെ കുട്ടികളുടെ കൂടെ. അവരുടെ ചോദിക്കില്ല ഇന്ന പാട്ട് വേണം, മറ്റേ നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇന്ന പാട്ട് ഒന്നുകൂടി ഒന്ന് പാടണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അല്ലെ? പണ്ട് നമ്മൾ പേപ്പറിലൊക്കെ എഴുതി സ്റ്റേജിൽ എത്തിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്, റിക്വസ്റ്റ്. ഇപ്പൊ ഒരൊറ്റ മെസ്സേജ് മതിയല്ലോ, ഈ പാട്ടിന്റെ കവർ ഒന്ന് ചെയ്യാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. റിക്വസ്റ്റുകൾ ഇഷ്ടം പോലെ വരാറുണ്ട്. അപ്പൊ അതിനനുസരിച്ച് കഴിയുന്നതും അതിനനുസരിച്ച് റെസ്പോൺസും കൊടുക്കാറുണ്ട്. ഈ കവർ പാടിയതിൽ ഏറ്റവും ആളുകളിൽ നിന്ന് കിട്ടിയ നല്ല റെസ്പോൺസ് കിട്ടിയത് ഏത് സോങ്ങിനായിരുന്നു? ഞാൻ റീസെന്റ് ഇളയരാജ സാറിന്റെ ഇളങ്കാത്തു വീസിതെ ശ്രേയ ഘോഷൽ പാടിയ അത് റീസെന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് നല്ല റെസ്പോൺസ് ആയിരുന്നു. പറഞ്ഞപ്പോ എനിക്ക് കേൾക്കാൻ തോന്നുന്നു. രണ്ടുപേര് പാടാം. പിന്നി പിന്നി ചിന്ന ഇഴയോരം
நெஞ்சையள்ளும் வண்ணத்துணி போல உனக்கொன்னு தாய நெஞ்சு இருக்கு, உறவு எல்லாம் மஞ்சு இருக்கு, அள்ளி அள்ளி தந்த உறவாடும் அந்த மடி இந்த நலம் போல சிலருக்கு தான் மனசு இருக்கு, உறவு எல்லாம் മഞ്ച് ഇരിക്ക്. ഓക്കെ, ഞാനിത് ഒരുപാട് പാട്ട് പാടിക്കുന്ന നാളത്തെ പ്രോഗ്രാമിനെ ഒന്നും ബാധിക്കില്ലല്ലോ അല്ലെ? നാളെ പ്രോഗ്രാമിന് വേണ്ടി സെറ്റ് ആയിട്ടിരിക്കുന്ന ഒരാളെ കൊണ്ടൊന്ന് ഇത്രയും പാട്ട് പാടിക്കുന്നു എന്ന ചോദ്യമൊക്കെ വരുവിനി, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. എന്തൊക്കെയാ പ്രിപ്പറേഷൻസ് ഒരു പ്രോഗ്രാമിന് തയ്യാറെടുക്കുമ്പോൾ? പ്രിപ്പറേഷൻസ് നാളെ ഒന്നാമതേ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പാടേണ്ട ഒരു ഇതാണ്. പിന്നെ ഇപ്പോഴാണെങ്കിൽ കൂടുതലും ഈ കോവിഡിനൊക്കെ ശേഷം സിംഗേഴ്സിനൊക്കെ പലപ്പോഴും ത്രോട്ടിന്റെ ഇഷ്യൂസ് ഒക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്. കൂടുതൽ കെയർ എടുക്കുക, അത് തന്നെയാണ്. ഈ ഭക്ഷണക്രമത്തിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ? ആദ്യം ഈ പ്രോഗ്രാമായിട്ട് അടുക്കുമ്പോഴത്തേക്കും തണുത്തത് ഒഴിവാക്കുന്നു. പിന്നെ എ സിയില്, പിന്നെ വർക്കിന്റെ ഇതിൽ നമുക്ക് എ സിയിൽ ഇരുന്നേ പറ്റുള്ളൂ, അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഓയിലി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കുറയ്ക്കുന്നു. അങ്ങനെ മനസ്സ് കല്ലാക്കി പോണല്ലേ പലപ്പോഴും. അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പൊ വീട്ടിലൊക്കെ ആണെങ്കിലും വീട്ടിലുള്ളവരെ കുറിച്ച് പറയുമ്പോൾ കുടുംബത്തെ കുറിച്ച് കൂടി ഒന്ന് പറയും, വിട്ടുപോയി പെട്ടെന്ന്. അമ്മ അച്ഛൻ ഇവിടെ ട്രിവാൻഡ്രത്താണ്. എൻ്റെ ഹസ്ബൻഡ് വിവേക് കൊച്ചിയിലെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാണ്. എനിക്ക് 2 കുട്ടികളാണ്. മോള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോൻ UKG പഠിക്കുന്നു. രണ്ടുപേരും പാടുവോ? അങ്ങനെയാണ്? രണ്ടുപേരും പാടും. ഹസ്ബൻഡും പാടും. ഓ ശരി. അപ്പൊ പഠിപ്പിക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളെ ഇപ്പോഴേ? മോളെ പഠിപ്പിക്കുന്നുണ്ട്. മോൻ ചെറുതാണ്, മോന് UKG ആയിട്ടേ ഉള്ളൂ. തുടങ്ങിയോ? സ്വരമൊക്കെ പാടി തുടങ്ങിയോ? പാടുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ട്, പാടുന്നുണ്ട്. എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ്? എങ്ങനെയാണ് ഫാമിലി? ഫാമിലിയില് വളരെ സപ്പോർട്ടാണ്. അതുകൊണ്ട് ജോലിയുടെ കൂടെ ഇത് ഇങ്ങനെ കൊണ്ടുപോകണം എന്നാണെങ്കിൽ നമുക്ക് അതുപോലത്തെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അതെ. ഈ തെറാപ്പി ആയിട്ടൊക്കെ സംഗീതം ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതിന്റെ ഒരു, ഞാൻ അതിന്റെ എപ്പോഴും ആലോചിക്കാറുണ്ട് അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ ഈ സ്ട്രെസ് റിലീഫ്, ഞാൻ നേരത്തെ ചോദിച്ചല്ലോ, ബാങ്കിങ് മേഖലയിൽ ഉണ്ടാകുന്ന, ബാങ്കിങ് മേഖലയിൽ എന്നല്ല എല്ലാ മേഖലയിലും സ്ട്രെസ് ഉണ്ട്, പക്ഷെ കുറച്ച് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കൈകാര്യം ചെയ്യുന്ന രീതി അനുസരിച്ചിട്ടായിരിക്കും. എങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ സ്ട്രെസ് തോന്നുമ്പോൾ ഒരു പാട്ട് പാടി അതങ്ങ് തീർക്കാറുണ്ടോ? അതെ, ഞാൻ ഒരു ദിവസം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണെങ്കിൽ അന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു പാട്ട് പാടി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ചെയ്യാറുണ്ട്. അതിന്റെ കമന്റ്സ് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് മറ്റേതിന്റെ സ്ട്രെസ് അങ്ങ് മാറി കിട്ടും. നീ പാട്ട് പഠനം അവസാനിക്കില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അപ്പൊ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ഇപ്പോഴും? അതെ, ഇപ്പൊ ഞാൻ കർണാടക മംഗലാപുരത്താണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. അവിടെ ഞാൻ പുതിയൊരു ടീച്ചറിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഉമാ ഹെഗ്ഡെ. അവിടെയും ഇപ്പൊ ഹിന്ദുസ്ഥാനി ഇപ്പൊ വീണ്ടും പഠിക്കാൻ ചേരുന്നുണ്ട്. അത് ഇതൊരു പ്രോസസ്സാണല്ലോ, നിൽക്കുന്ന ഒരു പരിപാടിയല്ല, അപ്പം പഠിച്ചേ പറ്റുള്ളൂ. എന്താണ് വിമൻസ് ഡേക്ക് ഈ പ്രോഗ്രാം അല്ലാതെ എന്താണ് പരിപാടി? എന്തെങ്കിലുമൊക്കെ സാധാരണ വിമൻസ് ഡേ എങ്ങനെയാണ്? വിമൻസ് ഡേ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കോൺസെപ്റ്റ് വിചാരിച്ചിട്ടില്ല. എല്ലാ ദിവസവും വിമൻസും മെൻസും ഡേ തന്നെയാണ്. അതെ, പ്രത്യേക ഒരു ദിവസം അതിനായിട്ടില്ല. എന്നാലും സ്പെഷ്യലാണ്. നമുക്കൊരു ദിവസം കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. ബാങ്കിലാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇടുക, പിന്നെ ഫോട്ടോ എടുക്കുക, റീൽസ് എടുക്കുക, ഇതൊക്കെ തന്നെ. അങ്ങനെ ഒരു ആഘോഷം. അപ്പൊ നാളെ മിസ് ചെയ്യും? അത് നാളെ മിസ് ചെയ്യും, ഞാൻ അവിടെ ഇല്ല. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. നമുക്ക് ഒരു പാട്ടുകൂടെ പാടി അവസാനിപ്പിക്കാം. ഷുവർ. ഒരു ഹിന്ദി പാട്ടാണ്. ശരി. മാഗരി സസനി പാപ മാരേഗ സനി സഗ പമപ നിത് सांझ सवेरे मिलते हैं आ नित सांझ सवेरे मिलते हैं, उन्हें देख के तारे खिलते हैं, नित सांझ सवेरे मिलते हैं, उन्हें देख के तारे खिलते हैं, लेते ही विदा एक दूजे से कहते हैं चले आना, जब दीप जले आना.
जब शाम ढले आना. ഓക്കെ, താങ്ക് യു ദേവി, താങ്ക് യു സോ മച്ച്. കാരണം ഞങ്ങളുടെ വിമൻസ് ഡേ പ്രോഗ്രാമിന്റെ ഒരു കർട്ടൻ റൈസർ എന്ന പോലെ ഞങ്ങൾ ഇതിനെ എടുക്കുകയാണ്. വളരെ പോസിറ്റീവായി നല്ല പാട്ടുകൾ കേട്ടപ്പോൾ നാളത്തെ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും, ഒപ്പം മുന്നോട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും സഫലമാകട്ടെ. താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന്. നമുക്കിനി അറിയാം ഇന്ന് നമ്മൾ അറിയുന്നത് തായ്ലാന്റ് യാത്രയെക്കുറിച്ചാണ്. എത്ര ചെലവ് വരും, പോയാൽ കാണേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, എവിടെ താമസിക്കും, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്കുണ്ടാകും. യാത്രാ സൗകര്യങ്ങളെ കുറിച്ചൊക്കെ അറിയണ്ടേ. നമ്മോടൊപ്പം ചേരുന്നത് ട്രാവലറായ ആമിയാണ്. ആമി, സ്വാഗതം ന്യൂസ് 3യിലേക്ക്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ പ്രേക്ഷകരെ ഇതുപോലെയുള്ള യാത്രകൾ ചെയ്യാൻ പ്രേരിപ്പിക്കാറുണ്ട്. അപ്പൊ ഇന്ന് തായ്ലൻഡിലേക്കാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. തായ്ലൻഡിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഏതൊക്കെ സ്ഥലങ്ങളാണ് കാണേണ്ടത്? തായ്ലൻഡില് ഒരുപാട് കാണാനുണ്ട് നമുക്ക്. തായ്ലൻഡില് പട്ടായ, ബാങ്കോക്ക്, കുറച്ച് അപ്പുറത്ത് പോയാല് നമുക്ക് കാഞ്ചനപുരി, ഫുക്കറ്റ്. ഇങ്ങനെ തായ്ലൻഡ് എന്ന് പറയുമ്പം വലിയൊരു രാജ്യം തന്നെയാണ്. ടൂറിസ്റ്റുകൾക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുള്ള സ്ഥലമാണ്. അതിൽ നമ്മളുടെ മിക്ക ആളുകളും 3-4 ദിവസത്തെ പട്ടായ, ബാങ്കോക്ക് മാത്രം സെലക്ട് ചെയ്ത് തിരിച്ചു വരുന്ന ആൾക്കാരാണ്. അപ്പം ഈ ഞാൻ ചോദിക്കുന്നത്, അവിടെ പോയിട്ട് നമ്മളിപ്പോ ഒരാൾ പോവുകയാണെങ്കിൽ തായ്ലൻഡ് എന്ന് ഇപ്പൊ പറഞ്ഞ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കണ്ടുവരണമെങ്കിൽ എത്ര ദിവസം എടുക്കും? പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കണ്ടുവരണമെങ്കിൽ മിനിമം 4-5 ദിവസമെങ്കിലും 5 ദിവസമെങ്കിലും മിനിമം നമുക്ക് വേണം പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കണ്ടുവരണമെങ്കിൽ. അതേ സംഭവം നമുക്ക് ഒരു 7 ദിവസം എടുത്തിട്ട് കാണാനുള്ള കാഴ്ചകളും തായ്ലൻഡിലുണ്ട്. ഒരു ലേഡീസ് ട്രിപ്പ് ഒക്കെ പോവുകയാണെങ്കിൽ ഗംഭീരമായിരിക്കും അല്ലെ തായ്ലൻഡ്? അങ്ങനെ പോയിട്ടുള്ളവരുടെ റെസ്പോൺസ് എന്താണ്? ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ തായ്ലൻഡ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഉള്ളിലും അയ്യേ എന്നുള്ള ഒരു ചിന്താഗതിയാണ് നമ്മുടെ നാട്ടില്. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് ലേഡീസ് ഗ്രൂപ്പുമായിട്ട് പോകുന്ന ഒരാളാണ്. ഒരുപാട് ഗ്രൂപ്പുകൾ ഇപ്പൊ കൊണ്ടുപോകാറുണ്ട്. ലേഡീസ് ആയാലും ഫാമിലി ആയാലും കുട്ടികളായാലും പ്രായഭേദമന്യേ നമ്മൾ ആർക്കും പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് തായ്ലൻഡ്. ശരിക്കും കുഞ്ഞു പിള്ളേരാണെങ്കിലും ഒത്തിരി പ്രായമായ ആളുകളാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ശരിക്കും അടിച്ചു പൊളിച്ച് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ലേഡീസ് ആണെങ്കിൽ പ്രത്യേകിച്ചും പറയണ്ട, റിലാക്സ് ചെയ്ത് നമുക്ക് വർക്ക് പ്രഷറിനും ഒക്കെ ആയിട്ട് എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഫാമിലി ആവുമ്പോൾ ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റാതെ പിള്ളേരുമായിട്ട് ഒരു വെക്കേഷന് പോകണം എന്നൊക്കെ വെക്കുന്നവരാണെങ്കിൽ അവർക്കെല്ലാം ശരിക്കും അടിച്ചു പൊളിച്ച് വരാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് തായ്ലൻഡ്. പണ്ടായിരുന്നു എല്ലാവർക്കും അയ്യേ എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നത്. ഇപ്പൊ അതിന്നൊക്കെ ഒത്തിരി മാറ്റങ്ങളുണ്ട്. മിക്ക ആളുകളും തായ്ലൻഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയി വരാൻ പറ്റും, എന്നാൽ ലക്ഷറി ആയിട്ടും പോയി വരാൻ പറ്റും. അതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി, അത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു, ഭൂരിഭാഗം ആളുകൾ. അപ്പൊ എന്താണ് ബഡ്ജറ്റ്, ഏകദേശം ബഡ്ജറ്റ് ഒക്കെ ഒന്ന് പറയാമോ? ഏകദേശം നമ്മുടെ കയ്യിൽ ഒരു 40,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പോയി വരാൻ പറ്റും. കാരണം ഒരു 4-5 മാസം മുന്നേ എയർ ഏഷ്യയുടെ ഏറ്റവും ചീപ്പായിട്ടുള്ള ഫ്ലൈറ്റ് എടുക്കാം, അല്ലെങ്കിൽ തായ് എയറിന്റെ ഫ്ലൈറ്റ് ഉണ്ട്. അത് നമുക്ക് 4-5 മാസം മുന്നേ ബുക്ക് ചെയ്യാം. അതിനകത്തെല്ലാം ഒരു 4-5 മന്ത് മുന്നേ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ വളരെ ചീപ്പായിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടും. പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഹോട്ടലുകൾ ഇതെല്ലാം നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്കിപ്പം ഒറ്റയ്ക്ക് സോളോ ആയിട്ട് പോകുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഹോസ്റ്റൽ പോലെയുള്ള റൂം ഷെയറിങ്ങിനുള്ള റൂംസും അങ്ങനെയെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. എന്തായാലും ഒരു 40,000-50,000 രൂപയ്ക്കുള്ളിൽ ഒരാൾക്ക് തായ്ലൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയി വരാൻ പറ്റും. എന്നാൽ ഒരു 1.5 lakh 2 lakh സ്പെൻഡ് ചെയ്തിട്ട് ലക്ഷറിയസ് ആയിട്ട് തായ്ലൻഡ് പോയി വരാൻ പറ്റുവാണെങ്കിൽ അതും ചെയ്യാൻ പറ്റും. എങ്ങനെ വേണമെങ്കിൽ പോയി, എങ്ങനെ വേണം നമ്മൾ തീരുമാനിക്കുക. അതെ അതെ. ആമി പറയുകയാണെങ്കിൽ ഈ താമസവും ഫുഡും അതെല്ലാവർക്കും ഒരു ആശങ്കയായിരിക്കും. പ്രത്യേകിച്ച് താമസത്തിന്റെ കാര്യത്തിന് അപ്പുറത്തേക്ക് ഫുഡിനെ കുറിച്ച് ഒരു ആശങ്ക ഉണ്ടാവും. എല്ലാവർക്കും എല്ലാ ഭക്ഷണവും പിടിക്കണം എന്നൊക്കെ ഒന്നുമില്ലല്ലോ. അപ്പൊ അതിനെ കുറിച്ച് ഭക്ഷണത്തിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ തായ്ലൻഡിൽ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാര്യം തായ്ലൻഡിൽ നല്ല നമ്മള് ഏത് രാജ്യത്ത് പോയാലും ഇപ്പൊ നമുക്ക് ഒത്തിരി ഇന്ത്യൻ റെസ്റ്റോറന്റുകൾ അവൈലബിൾ ആണ്. തായ്ലൻഡിൽ മലയാളി കേരള റെസ്റ്റോറന്റ് അവൈലബിൾ ആണ്, ഇന്ത്യൻ റെസ്റ്റോറന്റ് അവൈലബിൾ ആണ്. പോരാത്തതിന് നമുക്ക് ചില തായ് ഫുഡുകളെല്ലാം ഭയങ്കര ടേസ്റ്റ് ആണ്. നമ്മുടെ നാട്ടിലും കൊച്ചിയിലൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. ചില തായ് ഫുഡൊക്കെ നമുക്ക് നമ്മുടെ ടേസ്റ്റില്, നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള കോക്കനട്ടിന്റെ ടേസ്റ്റും അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നമ്മുടെ ടേസ്റ്റിലുണ്ട്. പിന്നെ ഏത് സ്ട്രീറ്റ് പോയാലും ബാങ്കോക്കിലായാലും പട്ടായയിലായാലും ഫുക്കറ്റിലായാലും എല്ലാം നമുക്ക്
ഇന്ത്യൻ റെസ്റ്റോറന്റുകൾ ഒരുപാട് അവൈലബിൾ ആണ് അവിടെ. ഫുഡിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ടെൻഷൻ വരാറില്ല. എല്ലാവർക്കും ഇന്ത്യൻ ഫുഡ് കഴിച്ച് വേണ്ട, ഞങ്ങൾക്ക് തായ് ഫുഡ് മതി എന്നാണ് ലേഡീസ് ട്രിപ്പിൽ പറയാറുള്ളത്. എല്ലാരും എല്ലാം ഒന്ന് പരീക്ഷിക്കാവുന്നതായിരിക്കും നല്ലതല്ലേ? അതെ അതെ അതെ, ഒരു പ്രാവശ്യം പരീക്ഷിച്ചു നോക്കിയാൽ ഇഷ്ടപ്പെടുന്ന രുചിയാണ് നമുക്ക് തായ് ഫുഡ്. ആണല്ലേ. പിന്നെ മറ്റൊരു കൺസേൺ ഉള്ളത് നമ്മൾ അവിടെ ചെന്നതിന് ശേഷം ഈ ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ യാത്രാ സൗകര്യം എങ്ങനെയാണ് എന്നുള്ളതാണ്. നമ്മളിപ്പം ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്തതായിരിക്കും. അതല്ല സോളോ ആയിട്ട് പോകുന്ന ആളുകൾക്കാണെങ്കിൽ ഒരുപാട് ട്രെയിൻ ഓപ്ഷൻസ് ഉണ്ട്, ബസ് ഉണ്ട്, ടാക്സി ഉണ്ട്, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഗ്രൂപ്പ് ടൂർ കൊണ്ടുപോകുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യുന്ന നമ്മുടെ വണ്ടി നമ്മളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് തിരിച്ച് എയർപോർട്ടിൽ വിടുന്നത് വരെയുള്ള വണ്ടി നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ എന്തായാലും തായ്ലൻഡിൽ പോകാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ, മസ്റ്റായിട്ട് പോവേണ്ട. ആമി ഇത്രയും കാലം പോയതനുസരിച്ചിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ പോയേ പറ്റൂ എന്ന് പറയുന്ന സ്ഥലം ഏതായിരിക്കും? എനിക്ക് മസ്റ്റായിട്ടും ഞാൻ വീണ്ടും വീണ്ടും കാണാൻ ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ 1981 പണി തുടങ്ങിയ സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു മാന്ത്രിക ലോകമുണ്ട് അവിടെ. അതായത് നമ്മുടെ പട്ടായയിലാണ് അത്. വുഡും ഉണ്ട്, അതായത് മരം കൊണ്ട് സ്ത്രീകളാണ് 90% ഇരുന്ന് ഇത് ചെയ്യുന്നത്. ഒരു എന്താ പറയാ, ഒരു മാന്ത്രിക ലോകമാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ താജ്മഹൽ ഒന്നും അല്ലാന്ന് തോന്നിപ്പോകും ചിലപ്പോ നമുക്ക്, പക്ഷെ താജ്മഹലിനോളം വരില്ല. എന്നാലും മരം കൊണ്ട് ഒരുപാട് ശില്പങ്ങൾ കൊത്തി മഹാഭാരത കഥകൾ പോലെ ഒരുപാട് 3-4 ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചേർന്ന് ഒരു കൊട്ടാരം ഉണ്ടാക്കുന്നുണ്ട് അവിടെ. അത് ഒരു അത്ഭുതം തന്നെയാണ്. അതിനകത്തോട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഹെൽമെറ്റ് ഒക്കെ തരും. ആ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് ഒരു ഗൈഡുമായിട്ടാണ് നമ്മൾ അവിടെ പോവുക. അത് പോയി അവര് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. പക്ഷെ അത് നമ്മൾ കുറച്ച് ദൂരെ നിന്ന് കാണുമ്പോൾ താജ്മഹൽ കാണുന്ന അത്രയും ഒരു പ്രതീതി വരും നമ്മുടെ മനസ്സിൽ. നമ്മളൊരു ഒരു ഒരു ലോകത്ത് എത്തിപ്പെടുന്ന പോലെയാണ്. പിന്നെ നമ്മൾ ഓരോ കൊത്തുപണിക്കും ഓരോന്നിനും ഓരോ ചരിത്രമുണ്ട്. അത് അവര് പറഞ്ഞു തരും നമുക്ക്. 1981 അതിന്റെ പണി തുടങ്ങിയിട്ടുള്ളത്. ഇന്നും അത് പണി അവസാനിക്കാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്തായാലും മസ്റ്റായിട്ട് കാണണമെന്നാണ് ആമി പറയുന്നത്. എല്ലാം കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണ്ട. ഇത് പോയിട്ട് അവരുടെ കുറച്ച് സസ്പെൻസ് അവിടെ കിടന്നോട്ടെ. ആമി, നമുക്ക് വീണ്ടും കാണണം. ഇനിയും പല സ്ഥലങ്ങളും നമുക്ക് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തണം. അവരെ ആഗ്രഹമുള്ളവരെ എല്ലാവരെയും കൊണ്ടുപോകണം. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനിയും കാണാം. അപ്പൊ ന്യൂസ് 3 ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ വിമൻസ് ഡേ ആണ്. അതുകൊണ്ട് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിമൻസ് ഡേ.